അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 158. മീനുവിന് മാത്രം ആളെ മനസ്സിലായിട്ടില്ല. എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ആരാണാവോ? അവൾ ആലോചനയിലാണ്. സുരഭിയച്ചി, പകപ്പോടെ പൊന്നു പറഞ്ഞു. ആര്? മീനു ചോദിച്ചു. സുരഭിയച്ചി, സൗപർണികയുടെ ചേച്ചി. പൊന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോ മീനു ഒന്ന് ഞെട്ടി. അവളുടെ ചേച്ചിയോ? അന്ന് ജ്വാലേട്ടത്തിയെ വെള്ളത്തിൽ തള്ളിയിട്ടവള്? മീനു പതിയെ ചോദിച്ചു. ആ ജന്തു തന്നെ. പൊന്നു പല്ല് കടിച്ചു. മീനുവിന്റെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. സുരഭി എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് സൺഗ്ലാസ് ഉയർത്തി തലമുടിയിലേക്ക് കയറ്റി വെച്ച് ജ്വാലയെ നോക്കി. ജ്വാല അവളെ ഉറ്റുനോക്കി. സുരഭി അവളെ നോക്കി ചിരിച്ചെങ്കിലും ജ്വാല അപ്പോഴും അവളെ വെറുതെ നോക്കി നിന്നതേയുള്ളൂ. എന്താ ജ്വാല, നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ നീ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ജ്വാലയുടെ മുന്നിൽ വന്നു നിന്ന് ഒരു പുച്ഛച്ചിരിയോടെ സുരഭി ചോദിച്ചു. വന്നപ്പോ തന്നെ ചൊറിച്ചിലാണല്ലോ പൊന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി വെളിച്ചെണ്ണ ആവശ്യം വരും. മീനു പൊന്നുവിന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. ഇതങ്ങനെ എണ്ണയിൽ നിൽക്കുന്ന ഏനോന്നല്ല മോളെ, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാ. ഉളുപ്പെന്നൊരു സാധനം അരികത്തൂടെ പോലും പോയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ബെൽറ്റോണ്ട് അഗ്നിയേട്ടൻ തല്ലി ചതച്ച് ഇഞ്ചിയാക്കിയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇവൾ ഇങ്ങോട്ട് തന്നെ കയറി വരുമോ? പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞു. ആ, അതും ശരിയാ. മീനു സമ്മതിച്ചു. അവരുടെ ശ്രദ്ധ വീണ്ടും ജ്വാലയിലേക്ക് സുരഭിയിലേക്ക് നീണ്ടു. ജ്വാല നെഞ്ചിൽ കൈകെട്ടി നിന്ന് സുരഭിയെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. എന്തൊന്നും പറയാത്തെ? അയിനോ, നീ എന്നെ ഇവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, അത്രയും സ്നേഹത്തോടെ ഇങ്ങോട്ട് വരാൻ ഒരാളെ വിളിച്ചാ എങ്ങനെ വരാതിരിക്കും? ജ്വാലയുടെ കണ്ണുനീർ കാണാനുള്ള ആഗ്രഹത്തിൽ സുരഭി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ജ്വാലയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും തന്നെയില്ല. എടിയെ, ആരായിരിക്കും മാരണത്ത് ഇത്ര സ്നേഹത്തിൽ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടാവുക? മീനു പൊന്നുവിനോട് ചോദിച്ചു. ആ ചൗബിയായിരിക്കും, അല്ലാതാര്? പൊന്നു പുച്ഛിച്ചു. മീനുവിനും അത് ശരിയാണെന്ന് തോന്നി. നീ എന്താ ജ്വാല ഒന്നും മിണ്ടാത്തെ? എന്നാരെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് നിനക്ക് അറിയില്ലല്ലോ. അതും പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. സുരഭിയച്ചി ഇവിടെ തങ്ങാൻ വന്നതാണോ? അവള് പറഞ്ഞത് ശ്രദ്ധിക്കാതെ ജ്വാല ചോദിച്ചു. അതെ, എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. സുരഭിക്ക് അപ്പോഴും പുച്ഛം തന്നെ. എങ്കി അകത്തേക്ക് വരൂ. ചേച്ചി ഇങ്ങോട്ട് ക്ഷണിച്ച എന്റെ ഭർത്താവ് അകത്തുണ്ട്. കടുത്ത സ്വരത്തിൽ ജ്വാല പറഞ്ഞതും സുരഭിയുടെ മുഖത്ത് ഞെട്ടല് നിറഞ്ഞു. ഇവൾക്ക് അറിയായിരുന്നു അപ്പോ അഗ്നി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? സുരഭിയുടെ മുഖം വിളറി വെളുത്തു. അത് കണ്ട് ജ്വാലയെന്ന് ചിരിച്ചു. എന്തു പറ്റി? അവള് ചോദിച്ചു. ഒന്നുമില്ല, അഗ്നിയെ വിളിക്ക്. അവള് പറഞ്ഞു. അകത്ത് കയറി കണ്ടോളൂ. നിങ്ങളെ സ്വീകരിക്കാൻ ഇനി എന്റെ ദേവേട്ടൻ കൂടി വന്നാലേ പറ്റുള്ളോ? ജ്വാല ദേഷ്യത്തോടെ ചോദിച്ചു. സുരഭി അവളെ കലിയോടെ നോക്കി. പൊന്നുവാണെങ്കിൽ വായും പൊളിച്ച് രണ്ടിനെയും നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് മീനു അവളെ ഒന്ന് തട്ടി വിളിച്ചു. പൊന്നു അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്കിത് എന്തു പറ്റി? മീനു ചോദിച്ചു. എടി, ജ്വാല ഇപ്പൊ എന്താ പറഞ്ഞേ? സുരഭിച്ചിയെ ആരെങ്ങോട്ട് ക്ഷണിച്ചതുപോലും? പൊന്നു ആകെ കിളിപോയതുപോലെ ചോദിച്ചു. നിനക്കെന്താ ചെവി കേട്ടൂടെ? അഗ്നിയേട്ടനെ താടകെ ഇങ്ങോട്ട് ക്ഷണിച്ചേന്ന്. ഈ അഗ്നിയേട്ടന് ഇത് എന്തിന്റെ കേടാ? മീനു ദേഷ്യം കൊണ്ട് വിറച്ചു. പൊന്നു അവളെ ചിരിയോടെ നോക്കി. എടി, നീ കരുതുന്ന പോലെയല്ല. അവൾ ഇങ്ങോട്ട് ക്ഷണിച്ചത് അഗ്നിയേട്ടനാണെങ്കിൽ അത് വെറുതെ ആവില്ല. എന്തെങ്കിലും പ്ലാൻ അതിന് പിന്നിലുണ്ടാവും. പൊന്നു സന്തോഷത്തോടെ പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? മീനുവിനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ആന്നടി, സത്യം. അഗ്നിയേട്ടന് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരാള് അതെന്റെ ഏട്ടനാ. മറ്റൊരാളിതേ ആ നിൽക്കുന്ന കോടാലിയാ. കാരണം രണ്ടുപേരും എന്റെ ജ്വാലയെ അത്രത്തോളം ദ്രോഹിച്ചവരാ. ഒരാൾ ജയിലിലായെങ്കിലും ഈ ജന്തു ഇപ്പോഴും ഇതിലൂടെ വിലസല്ലേ. എനിക്ക് ഉറപ്പാടി, അഗ്നിയേട്ടനെ ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് എന്തോ പണി കൊടുക്കാൻ തന്നെയാ. പൊന്നൂന് ഉറപ്പായി. മീനുവിന്റെ മുഖവും ഒന്ന് തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഗ്നിയേട്ടന് എന്റെ വക ഫുൾ സപ്പോർട്ട്. മീനു പറഞ്ഞു. എന്റെയും. പക്ഷെ സുരഭി അകത്തേക്ക് കയറ്റിയാലല്ലേ ഈ പ്ലാനൊക്കെ നടക്കൂ? പൊന്നു സംശയത്തോടെ ചോദിച്ചു. അതെ, അതിനെന്താ പ്രശ്നം? മീനു നെറ്റി ചുളിച്ചു. എടിയെ, നീ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ആകെ കലിതുള്ളി നിൽക്കുക അമ്മ. പൊന്നു പറഞ്ഞതും മീനു ചിത്തുവിന്റെ മുഖത്തേക്ക് പാളി നോക്കി. പല്ലൊക്കെ കടിച്ചു പിടിച്ച് ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു നിൽക്കുന്ന ചിത്തുവിനെ കണ്ട് മീനുവിന്റെ കണ്ണു മിഴിഞ്ഞു. അവള് സഹതാപത്തോടെ സുരഭിയെ നോക്കി. നിന്റെ കാര്യം കട്ട പോകാ മോളെ, മീനു പതിയെ പറഞ്ഞു. പൊന്നു വാപൊത്തി ചിരിച്ചു. സുരഭിയച്ച് കേറുന്നില്ലേ അകത്തേക്ക്? ജ്വാല ഒന്നുകൂടി ചോദിച്ചു. ഞാൻ അഗ്നി വിളിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അഗ്നി ഇവിടെ ഉണ്ടെങ്കിൽ അഗ്നി വന്നിട്ടേ ഞാൻ അകത്തേക്ക് കയറൂ. അവള് വാശിയോടെ പറഞ്ഞു. എന്നാ ചേച്ചി ഇവിടെ നിൽക്കേയുള്ളൂ. ദേവേട്ടൻ വരില്ല, ആൾക്ക് വേറെ ജോലിയുണ്ട്. ജ്വാല താല്പര്യമില്ലാതെ പറഞ്ഞു. കള്ള ഡ്രാക്കുള, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അവള് പതിയെ പിറുപിറുത്തു. ജ്വാല, നീ എന്തിനീ വാശി കാണിക്കുന്നേ? സുരഭി ദേഷ്യമടക്കി. ഇത് വാശിയാണോ ചേച്ചി? എന്റെ വീട്ടിൽ കയറി വന്ന ആളെ മര്യാദയോടെ തന്നെയല്ലേ ഞാൻ അകത്തേക്ക് ക്ഷണിക്കുന്നേ? ജ്വാല അവളെ കൂർപ്പിച്ചു നോക്കി. ഇനി അവളോട് വാശി കാണിച്ചാൽ ശരിയാവില്ല എന്ന് സുരഭിക്കും തോന്നി. വന്ന് കയറിയപ്പോൾ തന്നെ ഒരു വഴക്ക് വേണ്ട. അവള് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ലഗേജെല്ലാം ഇറക്കി വെച്ച ഡ്രൈവർക്ക് പണം നൽകി അയാളെ പറഞ്ഞു വിട്ടു. ഈ ബാഗൊക്കെ ഒന്ന് അകത്തേക്ക് വെക്കണം, സുരഭി പറഞ്ഞു. ഇവിടെ ജോലിക്കാരാരുമില്ല, സ്വയം ചെയ്യണം.
മീനുവാണ് അത് പറഞ്ഞത്. അഹങ്കാരി. സുരഭി പിറുപിറുത്തു. ആ, തൽക്കാലം ബാഗ് ഇവിടെ കിടക്കട്ടെ, ഞാൻ ആദ്യം അഗ്നിയെ കാണട്ടെ. അതും പറഞ്ഞ് അവിടെയുള്ള ബാക്കി ആരെയും ശ്രദ്ധിക്കാതെ ജ്വാലയെ തട്ടിമാറ്റി സുരഭി അകത്തേക്ക് കയറാൻ ഒരുങ്ങി. പക്ഷെ പെട്ടെന്ന് അവളുടെ വലതു കൈയിൽ ഒരു പിടി വീണു. അതാരാണെന്ന് തിരിഞ്ഞു നോക്കും മുന്നേ സുരഭിയുടെ കവിളും ചെവിയും ചേർത്ത് ആഞ്ഞിരടി പതിച്ചു കഴിഞ്ഞിരുന്നു. സുരഭിയുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. ജ്വാലയും മീനും പൊന്നു പകപ്പോടെ വാപുത്തി പിടിച്ചു. അടിയുടെ ശബ്ദം കേട്ട് അഗ്നി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവന്റെ കണ്ണുമിഴിഞ്ഞു. അമ്മ. അവന്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. സുരഭിക്ക് ഒന്നും മനസ്സിലായില്ല. കവിളിൽ ആകെ ഒരു പുകച്ചിൽ, ചുണ്ട് നീറുന്നുണ്ട്, ചെവിയിൽ ഒരു മുളക്കം മാത്രം. അവൾ കിളിപോയതുപോലെ ചെവിയിൽ പതിയെ തട്ടി. ചെവിയിലെ മൂളൽ നിന്നതും അവൾ തലചരിച്ച് തന്നെ അടിച്ച ആളെ നോക്കി. അവൾ നോക്കിയ അതേ നിമിഷം ചിത്രയുടെ കൈകൾ വീണ്ടും സുരഭിയുടെ കവിളിൽ ആഞ്ഞു പതിച്ചിരുന്നു. അഗ്നി ചിരിച്ചുപോയി. പെട്ടെന്ന് അവൻ വാപുത്തി പിടിച്ചു. സുരഭിയുടെ ചുണ്ടിന്റെ സൈഡിൽ നിന്നും ചോര കിനിഞ്ഞു. അസത്തെ, നിന്നെ കാണാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നോടി. നീ എന്റെ മോളെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചൂലേ? രാക്ഷസി, കൊല്ലും നിന്നെ ഞാൻ. കലിയോടെ പറഞ്ഞുകൊണ്ട് ചിത്തു അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. അതിനിടയിൽ താഴേക്ക് വീണുപോയ അവളുടെ സൺഗ്ലാസ് ചിത്തുവിന്റെ കാലിലെ ചെരുപ്പുകൾ ചവിട്ടി മെതിച്ചു. ആ, എന്നെ വിട്. സുരഭി കരഞ്ഞോണ്ട് പറഞ്ഞു. വിടാനോ? കൊല്ലും നിന്നെ ഞാൻ. അന്ന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. ഇപ്പൊ നീയായിട്ട് എന്റെ മുന്നിൽ വന്ന് പെട്ടു. വിടില്ലടി നിന്നെ ഞാൻ. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയല്ലേ നീ? ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചിത്തു അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. അഗ്നിയാണെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ആ കാഴ്ച കാണുകയാണ്. എല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്ന ജ്വാലയെ കണ്ട് അവന് ചിരിയാണ് വന്നത്. ഇടപെടണോ? അവൻ ആലോചിച്ചു. ഏയ് വേണ്ട, കിട്ടാനുള്ളത് വാങ്ങിച്ചോട്ടെ, ഞാനായിട്ട് എന്തിനാ അതിൽ തലയിടുന്നേ? അവസാനം അഗ്നി അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തിയത്. മീനവും പൊന്നും കണ്ണും തള്ളി പരസ്പരം നോക്കി. പിന്നെ വാ പൊത്തി പൊട്ടിച്ചിരിച്ചു. അയ്യോ എടി, എനിക്ക് വെയ്യായേ, ഉദ്ഘാടനം കഴിഞ്ഞു. പൊന്നു അതും പറഞ്ഞ് തൂണിൽ ചാരി നിന്ന് ചിരിക്കാൻ തുടങ്ങി. മീനുവിന്റെ അവസ്ഥ അതുതന്നെ. ജ്വാലയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുകയാണ്. ചിത്തു അവരുടെ കാലിൽ ചെരുപ്പൂരി എടുത്തതും അഗ്നിയും ജ്വാലയും അവരെ മിഴിച്ചു നോക്കി. പക്ഷെ അപ്പോഴേക്കും സുരഭിയുടെ കവിളിൽ തന്നെ ചെരുപ്പ് പാട് തീർത്തിരുന്നു. സുരഭി അലറിക്കരഞ്ഞു. ചെരുപ്പിൽ തറഞ്ഞിരുന്ന ചില്ലി കഷ്ണം സുരഭിയുടെ കവിളിൽ ഉരസി കവിൾ മുറിഞ്ഞു ചോര വന്നു. യോ അമ്മേ! ജ്വാല പെട്ടെന്ന് അവരെ ചുറ്റിപ്പിടിച്ചു. വിടുമോളെ, ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. ഇവളെ മാത്രല്ല, എവിടെ അസത്ത് സൗബി, അതിനെ വിളിക്കവളെ. ചിത്തു ശരിക്കും ഭദ്രകാളിയെ പോലെ ആയിട്ടുണ്ട്. അമ്മേ, എന്തൊക്കെയാ കാട്ടണേ? വിട്ടേക്കമ്മേ. ജ്വാല അവരുടെ കയ്യിൽ നിന്ന് ചെരുപ്പ് പിടിച്ചു വാങ്ങി. വേണ്ടമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജ്വാല ഇപ്പൊ കരയുമെന്ന പോലെ ആയിട്ടുണ്ട്. ഓ, ഈ ജ്വാലയിട്ടെത്തിയിട്ട് ഒരു കാര്യം. എടി പൊന്നു, നീ അവളെ ഒന്ന് പിടിച്ചു മാറ്റ്. ആ ശവത്തിന് 2 കൂടി കിട്ടട്ടെ. മീനു പറഞ്ഞു. പൊന്നു തലയാട്ടി ജ്വാലയെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. ജ്വാലയെ, നിന്റെ പൊന്നോ പറയുന്നേ, ഇടപെടണ്ടടി, ഇടപെടണ്ട, അവൾക്ക് കിട്ടട്ടെ. പൊന്നു പറഞ്ഞു. മാറിപ്പോ പൊന്നു. ജ്വാല അവളോട് ദേഷ്യപ്പെട്ടു. ഓ, ഇവൾക്ക് കിട്ടിയതൊന്നും പോരാ, അന്ന് ആ വെള്ളത്തിൽ മുങ്ങി ചാവണായിരുന്നു. പൊന്നു മുഖം വീർപ്പിച്ചുകൊണ്ട് ജ്വാലയെ വിട്ടുമാറി. അപ്പോഴേക്കും ജ്വാല ഒരുവിധം ചിത്തുവിനെ പിടിച്ചു മാറ്റിയിരുന്നു. പക്ഷെ അവരുടെ കൈകൾ അപ്പോഴും സുരഭിയുടെ തലമുടിയിലായിരുന്നു. എങ്ങനെയൊക്കെയോ ആ കൈകളെ വേർപ്പെടുത്തി ജ്വാല ചിത്തുവിനെ തിണ്ണയിൽ ബലമായി പിടിച്ചിരുത്തി. ചിത്തു ഇരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. സുരഭി തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു. കവിളടർന്നു പോയതുപോലെ സഹിക്കാൻ കഴിയാത്ത വേദന. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നി ചിത്തുവിനെ നോക്കി ആകെ മിഴിച്ചു നിൽക്കുവാണ്. അമ്മയ്ക്ക് ഇത്രയും ദേഷ്യത്തിലൊക്കെ ഒരാളോട് പെരുമാറാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ അവൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു. അച്ഛനിടയ്ക്ക് പറയാറുണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നാ പിടിച്ചാ കിട്ടില്ലാന്ന്. പക്ഷെ ഇതിപ്പോ... അവൻ താടിക്ക് കൈകൊടുത്തു പോയി. ഇവള് ചത്തോ? അവൻ നിലത്ത് തലയും താഴ്ത്തി തളർന്നിരുന്ന് കരയുന്നവളെ നോക്കി പതിയെ ചോദിച്ചു. സുരഭി അപ്പോഴും കരച്ചില് തന്നെയാണ്. ഓ ഇല്ല, കരച്ചിലാ. അഗ്നി മേൽച്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയൊതുക്കി. അവൻ ജ്വാലയൊന്ന് നോക്കി. ചിത്തുവിന്റെ പുറത്തെല്ലാം ഒഴിഞ്ഞുകൊടുത്ത് അവരെ ഓക്കെയാക്കുകയാണ് ജ്വാല. പാവം പെണ്ണ് പേടിച്ചു പോയി കാണും. അവൻ ജ്വാലയെ തന്നെ ഉറ്റുനോക്കി. എന്നാൽ തൂണിനടുത്ത് നിന്ന് വാ പൊത്തിയുള്ള ചിരി കേട്ടതും അവൻ സംശയത്തോടെ അങ്ങോട്ടേക്കൊന്ന് നോക്കി. അവിടെ അതാ സുരഭിയെ നോക്കി വാപൊത്തിച്ചിരിക്കുന്ന പൊന്നു. പൊന്നുവിന്റെ തോളിലേക്ക് മുഖമമർത്തി വെച്ച് മീനു ചിരിയടക്കാൻ കഷ്ടപ്പെടുകയാണ്. ഈ പെണ്ണുങ്ങളെ കൊണ്ട്. അഗ്നി തലയ്ക്ക് കൈകൊടുത്തുപോയി. അവൻ പതിയെ അവളുമാരെ വിളിച്ചു. ചിരിയൊന്ന് നിന്നതും പൊന്നു ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. അവിടെ അഗ്നിയെ കണ്ടതും അവൾ എന്തായെന്ന പോലെ കൈകൊണ്ട് കാണിച്ചു. മീനു അവനെ നോക്കി. ചിരിക്കാതെ നിക്കടി, അവൻ ദേഷ്യത്തോടെ പതിയെ പറഞ്ഞു. പൊന്നു ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. പിന്നെ വീണ്ടും സുരഭിയെ നോക്കി. അവളുടെ ഇരിപ്പ് കണ്ടതും വീണ്ടും വീണ്ടും പൊന്നൂന് ചിരി വന്നു. ഇത്തവണ അവൾ ശബ്ദത്തിൽ തന്നെ ചിരിച്ചുപോയി. അത് കണ്ടതും തലയ്ക്ക് കൈകൊടുത്ത് അഗ്നി പെട്ടെന്ന് അകത്തേക്ക് പോയി. പൊന്നൂന്റെ ചിരി കണ്ട് മീനുവും ചിരി തുടങ്ങി. ജ്വാല ദേഷ്യത്തോടെ രണ്ടാളെയും നോക്കി. അവൾ ചിത്തുവിന്റെ പ്രവൃത്തിയിലാകെ നടുങ്ങിയിരിക്കുന്ന സമയമായിരുന്നു അത്. പൊന്നു, മീനു, ഇവിടെ നടന്നതിന്റെ ബാക്കി ഇനി എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൂട്ടൂട്ടോ, ജ്വാല കലിയോടെ പറഞ്ഞു. മീനുവും പൊന്നു അവളെ മിഴിച്ചു നോക്കി. നീ ഞങ്ങളെ?
പൊന്നു അവൾക്ക് നേരെ സ്വയം വിരല് ചൂണ്ടി. പിന്നെ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണേന് ഒരു പരിധിയുണ്ട്. ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും നിന്ന് ചിരിക്കുന്ന നിങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ? അമ്മേ, വെള്ളം വേണോ? മീനുവിനെ പൊന്നൂനെ തറപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവള് ശാന്തമായി ചിത്തൂനോട് ചോദിച്ചു. വേണ്ട, മോളെന്തിനാ എന്നെ തടഞ്ഞേ? കൊല്ലട്ടെ ഞാനിവളെ. നിന്നെ അന്ന് ഈ രാക്ഷസി വെള്ളത്തിൽ തള്ളിയിട്ടില്ലേ? അന്നെന്റെ മോൻ കരഞ്ഞത് കണ്ട് സഹിച്ചില്ലടാ അമ്മയ്ക്ക്. അന്ന് നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ഒപ്പം ഞങ്ങളുടെ മോനെ കൂടി എന്നേക്കായി നഷ്ടാവുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇവളല്ലേ? അന്നേ ഞാൻ ഇവൾക്ക് ടോങ്ങി വെച്ചതാ. പക്ഷെ ഇന്നാ ഇവളെന്റെ കൈ വന്ന് പെടുന്നേ. കൊല്ലണം ചന്തുവിനെ. ചിത്തു അപ്പോഴും ദേഷ്യം കൊണ്ട് തിളയ്ക്കുകയാണ്. സുരഭി പേടിയോടെ ചിത്തൂനെ നോക്കി. എന്റെ നല്ല അമ്മയല്ലേ, ഇനിയൊന്നും ചെയ്യല്ലേ, നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ? ജ്വാല ദയനീയമായി പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വരാനോ? ഇവളോ? ഇറക്കി വിട ഇവളെവിടെന്ന്. ഈ വിഷത്തെയൊന്നും ഇതിനകത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ചിത്തു പല്ലിരുമ്മി. സുരഭി മുന്നോട്ട് വീണ് കിടക്കുന്ന തലമുടിക്കുള്ളിലൂടെ പേടിയോടെ ചിത്തൂനെ നോക്കി. അവൾക്കും അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അതിനേക്കാൾ ഇത്രയും നേരമായിട്ടും അഗ്നി പുറത്തേക്ക് ഇറങ്ങി വന്നില്ലല്ലോ എന്നോർക്കവേ അവൾക്ക് വിഷമം കൂടി. ശരീരം ഒന്നാകെ പുകയുന്നുണ്ട്. കവിളിന്ന് ഇപ്പോഴും രക്തം ഒലിക്കുന്നുണ്ട്. അവിടെ ചില്ല് തറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. അതേ നിമിഷം തന്നെ അഗ്നി അകത്തുനിന്ന് വീണ്ടും പുറത്തേക്ക് വന്നു. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? അവനൊന്നും അറിയാത്തതുപോലെ ജ്വാലയെ നോക്കിയാണത് ചോദിച്ചത്. അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ടതും അഗ്നി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു കൊടുത്തു. അങ്ങോട്ട് വാ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അവള് പിറുപിറുത്തു. അവളുടെ ചുണ്ടിന്റെ ചലനം ശ്രദ്ധിച്ച അഗ്നിക്ക് അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തിരുന്നു. അവളുടെ കണ്ണു തുറപ്പിച്ചുള്ള നോട്ടവും ചുവന്ന മുഖവും കണ്ട് അഗ്നി അവളെ വിഴിച്ചു നോക്കി. മഹാദേവ, ഈ യക്ഷി എന്നെ കൊല്ലുമെന്ന്. പെണ്ണിന്റെ നോട്ടത്ര പന്തിയല്ലല്ലോ. അവന്റെ മുഖം ചുളിഞ്ഞു. എടി, ഒരു ഓസ്കാർ എടുത്തിട്ട് വന്നേ. ദോ ആ നിൽക്കുന്ന മുതലൊന്ന് കൊടുക്കട്ടെ. ഇത്രയും നേരം ഇവിടെ നിന്ന് എല്ലാ സീൻ പിടിച്ചിട്ട് ഇപ്പൊ എന്തൊരു അഭിനയം എന്റെ അമ്മച്ചിയെ. പൊന്നൊരു നിശ്വാസത്തോടെ പറഞ്ഞു. വെറുതെ നില്ല് പെണ്ണെ, അഗ്നിയേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് നോക്കട്ടെ. മീനു അതറിയാനുള്ള ആകാംക്ഷയിലാണ്. ഓ, പൊന്നു ചുണ്ടുകോട്ടി. തുടരും.